നമുക്കേ പാൽപ്പാടയിൽ നിന്ന് നെയ് വേർതിരിച്ചാലോ. ഇത് ഞാൻ 1 മന്ത് കൊണ്ട് മേടിച്ച പാലിൽ നിന്ന് എടുത്ത് വെച്ച പാൽപ്പാടയാണ് കേട്ടോ. തലേന്ന് രാത്രി തന്നെ ഞാൻ മോർ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഫെർമെന്റ് ചെയ്യാനായിട്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കാം. കുളിപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഈ ഒരു പരുവത്തിലാണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത് കേട്ടോ. ഞാനിത് മിക്സിയുടെ ജാറിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇത് അടിക്കുന്നതിന് മുമ്പ് നമ്മൾ കുറച്ച് ഐസ് ക്യൂബോ അല്ലെങ്കിൽ ഇതുപോലെ ഐസ് വാട്ടർ ഒഴിച്ചിട്ട് ചെയ്യുവാണെങ്കിൽ നമ്മുടെ വെണ്ണയും പാലും വേർതിരിച്ച് കിട്ടാൻ വേണ്ടി കുറച്ചും കൂടി ഈസി ആയിരിക്കും കേട്ടോ. ഇട്ട് അടിച്ചു കഴിഞ്ഞപ്പോൾ ഉള്ള ഒരു രൂപവും ഭാവവും ഒക്കെ ആയത് കേട്ടോ. ഞാൻ പറഞ്ഞതുപോലെ കണ്ടോ, വെണ്ണയും പാലും നന്നായിട്ട് വേർതിരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് അരിച്ചെടുക്കണേ. ഞാൻ ഇത് അരിച്ചു കേട്ടോ. ഇത്രയും വെള്ളം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അടിയിൽ പാല് വേറെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇത് 2-3 വെള്ളം പച്ചവെള്ളം ഈ പാലിന്റെ ആ ഒരു കളർ മാറുന്നത് വരെ ഇങ്ങനെ കഴുകി എടുക്കണേ. അപ്പൊ ഞാൻ കഴുകിയിട്ട് വരാം. അപ്പൊ ഞാൻ ഇതൊക്കെ നല്ല അടിപൊളിയായിട്ട് കഴുകിക്കൊണ്ട് വന്നിട്ടുണ്ട്. നല്ല ശുദ്ധമായിട്ടുള്ള വെണ്ണ കേട്ടോ. അപ്പൊ നമുക്ക് ഇത് നെയ്യാക്കി എടുക്കാവേ. അപ്പോൾ ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ ഏറ്റവും കുറവ് വേണം നമ്മളിത് ചെയ്യുമ്പോൾ ഉപയോഗിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഏറ്റവും ചെറിയ അടുപ്പിലാണ് ഞാൻ വെച്ചത്. പിന്നെ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഇടുമ്പോൾ കുറെ പൊട്ടലും ചീറ്റിലൊക്കെ ഉണ്ടാവും. കാരണം ഇത് പച്ചവെള്ളം ഉണ്ട്, നമ്മൾ കഴുകിയിട്ടുള്ള ഒരു വെള്ളത്തിന്റെ അംശം ഉള്ളതുകൊണ്ട്. പക്ഷേ സാവകാശം നമ്മളൊന്ന് ട്രൈ ചെയ്ത് വരുമ്പോൾ നമ്മൾ ട്രൈയിലൂടെ ഇത് നെയ്യായി മാറുന്നതായിരിക്കും. നെയ്യിട്ട് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ഈ ഏറ്റവും കുറച്ച് ഞാൻ ഇട്ടേക്കുന്നത് കേട്ടോ. വലിയ ഉരുക്കി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഈ വെള്ളമെല്ലാം വറ്റിയിട്ട് നെയ്യ് മാത്രമായിട്ട് വേർതിരിച്ച് വരണം. പിന്നെ വേറെ ഒരു കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു അവിഞ്ഞ മണം വരും. നമ്മളത് മൈൻഡ് ചെയ്തില്ല. നമ്മൾ മൈൻഡ് ചെയ്തില്ലെങ്കിലും വേറെ ആരെങ്കിലും നമ്മൾ ചോദിക്കും എന്താണ് ഒരു അവിഞ്ഞ നാറ്റം. അപ്പോൾ നമ്മളൊന്നും മിണ്ടരുത്. അപ്പോൾ ഞാനത് അരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ശുദ്ധമായി നെയ്യ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് ഉപയോഗിക്കുന്നത് മോന് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ്. നിങ്ങൾ കരുതും എന്തിനാ ചിരി നെയ്ക്ക് വേണ്ടിയിട്ട് ഇത്രയും വലിയൊരു ഭംഗിയെന്ന്. അത്യാഗ്രഹം അല്ലാതെ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത്. ബൈ.